ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചാലോ? അപ്പോൾ നമ്മൾ കോമൺ എറേഴ്സ് കുറേ നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസസിൽ വരുത്താറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ കോമൺ എറേഴ്സ്? അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാം, അതാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചിലപ്പോൾ പ്ലൂരൽ ആവശ്യമില്ലാത്തടത്ത് പ്ലൂരൽ യൂസ് ചെയ്യും. പിന്നെ ഓഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻകറക്റ്റാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, മോസ്റ്റ് ഓഫ് പീപ്പിൾ. അങ്ങനെ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. മോസ്റ്റ് ഓഫ് അവിടെ ആവശ്യമില്ല, അത് ഇൻകറക്റ്റാണ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്റ്റ് പീപ്പിൾ ലൈക്ക് ടീ, മോസ്റ്റ് പീപ്പിൾ അങ്ങനെ പറയാവൂ. ആ ഓഫ് അവിടെ ഇൻകറക്റ്റാണ്. പിന്നെ അടുത്തത് മൈ ചിൽഡ്രൻ ആർ എന്ന് പറയും, ചിൽഡ്രൻസ് ആർ അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. ചിൽഡ്രൻ ഓൾറെഡി ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂരലാണ്, അപ്പോൾ ചിൽഡ്രനെ യൂസ് ചെയ്യാവൂ. മൈ ചിൽഡ്രൻ ആർ ഹാപ്പി, അവിടെ യെസ് ചിൽഡ്രൻസ് യൂസ് ചെയ്യരുത്. മൈ ചിൽഡ്രൻ ആർ ഹാപ്പി, ചിൽഡ്രൻ ഈസ് ഓൾവേസ് പ്ലൂരൽ, അപ്പോൾ യെസ്സിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അടുത്തതായിട്ട് ദർ ആർ ടു മെനി പ്ലേസസ് ടു ഗോ, അങ്ങനെ പറയുന്നവരുണ്ട്. ടു മെനി, അവിടെ ടൂവിൻ്റെ ആവശ്യമില്ല, ദർ ആർ മെനി പ്ലേസസ് ടു ഗോ. ആ ടു മെനി കംപ്ലീറ്റ്ലി റോങ് ആണ്. അപ്പോൾ അവിടെ ഇപ്പോഴും ടു മെനി എന്ന് വേണ്ട, ദർ ആർ മെനി മാത്രം നമ്മൾ യൂസ് ചെയ്യണം. ദർ ആർ മെനി പ്ലേസസ് ടു ഗോ. പിന്നെ നമ്മൾ യുവർ സിൻസിയർലി, ചിലർ യുവർ സിൻസിയർലി അല്ലെങ്കിൽ അപ്പോസ്ട്രഫി ഇടാതെ യുവർ സിൻസിയർലി എന്ന് എഴുതും. യെസ്, പക്ഷെ അവിടെ ഒരു അപ്പോസ്ട്രഫി ഇട്ടിട്ട് വേണം നമ്മളെപ്പോഴും യുവേഴ്സ് സിൻസിയർലി. ഒരു ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ലാസ്റ്റ് യുവേഴ്സ് സിൻസിയർലി എന്ന് എഴുതും. അപ്പോൾ ആ യുവേഴ്സിന് നമ്മൾ എപ്പോഴും അപ്പോസ്ട്രഫി കഴിഞ്ഞിട്ട് എസ് കൊടുക്കാറുള്ളൂ. പിന്നെ പീപ്പിൾസ് എന്ന് പറയുന്നവരുണ്ട്. പീപ്പിൾസ് തെറ്റാണ്. പീപ്പിൾ എന്ന് പറയാവൂ. പീപ്പിൾ ഈസ് ഓൾറെഡി പ്ലൂരൽ. പീപ്പിൾ എന്ന് പറയുന്നത് ഓൾറെഡി പ്ലൂരലാണ്. പിന്നെ പീപ്പിൾസ് എന്ന് നമ്മൾ യൂസ് ചെയ്യരുത്, അത് തെറ്റാണ്. പിന്നെ കനോട്ട് എന്ന് നമ്മൾ എഴുതുമ്പോൾ ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ആ ഐ കനോട്ട് എന്നുള്ളിടത്ത് ചിലപ്പോൾ നമ്മൾ ക്യാൻ നോട്ട് അങ്ങനെ രണ്ടാക്കി എഴുതരുത്. കനോട്ട് ഒറ്റ സെൻറ്റൻസാണ്, അപ്പോൾ എപ്പോഴും കനോട്ട് എന്ന് തന്നെ യൂസ് ചെയ്യണം. പിന്നെ എവരിത്തിങ് എഴുതുമ്പോൾ അത് എവരിത്തിങ് ഒറ്റ വേർഡാണ്, അപ്പോൾ ഒറ്റ വേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യണം, അല്ലാതെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എവരിത്തിങ്ങിനെ കൊടുക്കരുത്, അപ്പോൾ അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. എവരി വൺ എന്ന് എഴുതുമ്പോൾ എവരി വണ്ണും ഒരു വേർഡാണ്, അപ്പോൾ എവരി വൺ തന്നെ കൊടുക്കണം, അല്ലാതെ സ്പ്ലിറ്റ് ചെയ്യരുത് അത്. പിന്നെ അടുത്തത് സംടൈംസ് എന്നുള്ളിടത്തും ചിലർ സമ്മ് കഴിഞ്ഞ് ടൈം അങ്ങനെ രണ്ടാക്കി എഴുതാറുണ്ട്, അത് തെറ്റാണ്. സംടൈംസ് എന്ന് തന്നെ നമ്മളെപ്പോഴും എഴുതാൻ നോക്കണം. സംടൈംസ് എന്നുള്ളത് ഒറ്റ വേർഡാണ്. സംടൈംസ് എന്ന് പറഞ്ഞാൽ മെനി ടൈംസ് ഇതൊക്കെ നമ്മൾ ഒറ്റ വേർഡിൽ തന്നെ നമ്മളെപ്പോഴും എഴുതണം. പിന്നെ യുവർ സെൽഫ് എന്നുള്ള